ഹലോ ഓൾ. ഇത് നമ്മുടെ മീട്ടു ആണ് കേട്ടോ. നമ്മുടെ മീട്ടു ഒന്നും ഉണ്ടായിട്ട് ഒരു 20-21 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറക്കി വിട്ട് നോക്കാം. നമ്മുടെ ഇവിടെയാണെങ്കിൽ പൂച്ചയുടെ ശല്യം ഉള്ളതുകൊണ്ടും പിന്നെ കൂടൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ദൈവനെ അകത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ബേസിൻ്റെ അകത്താണ് ആൾ ശരിക്കും താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് ഈ പുള്ളി മുറ്റത്തൊക്കെ ഇറങ്ങി എന്തൊക്കെയോ കൊത്തിപ്പറക്കി തിന്നിങ്ങനെ നടക്കണ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മറ്റേ വലിയ കോഴികളൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഒന്ന് നോക്കിയാവട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഇറക്കി വിട്ടത്. ആദ്യം തന്നെ ഇറക്കി വിട്ടോടത്ത് തന്നെ കുറച്ച് നേരം അങ്ങോട്ട് കിടന്ന് കറങ്ങി ചുറ്റി കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഇതേ കിടന്നു ചിറകൊക്കെ വിരിച്ചു വെച്ച് ആൾ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പുറത്തേക്ക് നീക്കി വയ്ക്കാമെന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് നീക്കി വെച്ചു കേട്ടോ. കാര്യം ഇൻക്യുബേറ്ററിൽ മുട്ട വിരിഞ്ഞുണ്ടായതാണെങ്കിൽ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ കോഴിയാണെങ്കിൽ ഇനി കണ്ടോ കണ്ടില്ലയോ എന്നറിയില്ല. അത് കുറച്ച് നേരം ഇങ്ങനെ വന്ന് നോക്കിയിരുന്നു. പിന്നെ മൈൻഡ് ചെയ്യാണ്ടെങ്കിൽ തിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ കണ്ട് കോഴികളൊക്കെ അതിക്കണം നടക്കണ്ട. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഏതാണ്ട് കല്യാണ വീട്ടിലൊക്കെ ചെന്നിട്ട് അറിയില്ലാത്ത കാരണം എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കില്ല, അതുപോലെ നിൽക്കാണ്ടോ. അങ്ങനെ കുറച്ച് നേരം പുള്ളി അങ്ങനെ നിന്നു സ്റ്റക്കായിട്ട്. ആൾ വലിയ കോഴികൾ കണ്ടു, പക്ഷെ ആളത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കോഴി കുറേ നേരമായിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ കോഴിയാണേ. നേരത്തെ തന്നെ അഴിച്ചു വിട്ടാൽ എല്ലാം കൂടി മഴ നനഞ്ഞ ഇങ്ങനത്തെ ഒരു കുളത്തിലായിട്ടിരിക്കണത്. അപ്പോൾ ഞാൻ ഓർത്ത് അയ്യോടാ പാവം കോഴി, അത് അടുത്തേക്ക് വണ്ടല്ലോ. ഇതും ദേ അടുത്തേക്ക് ചെന്നു കേട്ടോ. നോ ഗൈസ്, അവനൊരു ക്രൂരനാണ്. അവളൊരു ക്രൂരിയാണ്. ഞാൻ വിചാരിച്ചോളൂ സ്നേഹത്തോടെ വന്നതെന്ന്, പക്ഷെ അല്ലായിരുന്നു. വീട്ടുവാണെങ്കിൽ പേടിച്ച് 4 പാട് ഓടി പറന്ന് എൻ്റെ അടുത്ത് തന്നെ വന്ന് നിന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വിളിച്ചാലും വരില്ല. അപ്പോൾ അത് പേടിച്ചുകൊണ്ടാകുന്നതോടെ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കാൻ കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറകെ പോയി. പിന്നെ വേഗം ഞാൻ എടുത്തു. ആളുടെ നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാന്ന് ഇടിക്കണ്ടായിട്ടോ. അയ്യോടാ അയ്യോടാ കൊട്ടി കിട്ടിയിടോ തലിക്കൊരു കൊട്ടി കിട്ടിട്ടോ. അയ്യോടോ കൊട്ടിയിട്ടോടോ കൊട്ടി കിട്ടിയിടോ. അയ്യോടോ കൊട്ടി കിട്ടിയിടോ കൊച്ചിന്. ഇതാണ് മീട്ടുവിൻ്റെ ആദ്യത്തെ ദിവസം കേട്ടോ.